നമ്മളിപ്പോൾ വളരെ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണ് പിത്തസഞ്ചിയിലെ കല്ല്, അതായത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ. ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാരണം പല രീതിയിലാണ് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണുള്ള രോഗികൾ വരുന്നത്. ചില ആൾക്കാർക്ക് ശക്തമായ വേദനയായിരിക്കാം, മറ്റു ആൾക്കാണെങ്കിലോ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ് രോഗിയുടെ രോഗലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ചികിത്സ തീരുമാനിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ കണ്ടുപിടിക്കുക വെച്ചാൽ ഒരു സ്കാൻ ചെയ്യും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, മറ്റൊന്നെങ്കിലും കാരണത്തിൽ സ്കാൻ ചെയ്യുമായിരിക്കും. ആ സമയത്താണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ കാണുന്നത്. അപ്പോൾ ഉടനെ ടെൻഷനായി, എന്ത് ചെയ്യണം, കല്ലിന് ചികിത്സ വേണോ, കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക, പരിശോധിക്കുക. ആ അവസ്ഥയിലുള്ള രോഗികൾക്കാണെങ്കിൽ അത് സ്റ്റാർട്ടിംഗ് ആണ്, സാധാരണ ഇതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആഹാര നിയന്ത്രണവും മരുന്നുകളും കൊണ്ടുള്ള ചികിത്സയായിട്ടാണ് മുമ്പോട്ട് പോകുക സാധാരണഗതിയിൽ. പക്ഷെ അതേസമയം മറ്റു ചില രോഗികൾക്ക് പിത്തസഞ്ചിയിൽ കല്ല് വന്ന് ബ്ലോക്കാക്കി ശക്തമായ വേദന വരും. ഈ വേദന എപ്പോഴാണ് വരിക വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പുള്ള ആഹാരം കൂടുതൽ കഴിക്കുന്ന സമയത്ത്, ഇപ്പോൾ ബിരിയാണി കഴിക്കുമ്പോഴാണെങ്കിലും, നെയ്ച്ചോറ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ മുട്ട കഴിക്കുമ്പോൾ, മീൻ കഴിക്കുമ്പോൾ, ചെമ്മീൻ കഴിക്കുമ്പോൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇത് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനകത്ത് കല്ല് ബ്ലോക്കാക്കി വേദന ശക്തമായ ചിലപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്താണ് വേദന വരില്ല. പിത്തസഞ്ചിയിലെ ആൾക്ക് ഈ ഇടതുവശത്ത് വേദന വരില്ല, വയറിനകത്ത് കീഴ്ഭാഗത്ത് വരില്ല, മുകൾ ഭാഗത്ത് വലതുവശത്തായിട്ടാണ് വേദന വരിക. ചിലപ്പോൾ നടുവിലായിരിക്കാം, അല്ലെങ്കിൽ വലതുവശത്തായിരിക്കാം. അങ്ങനെ വേദന വരുന്നുണ്ടെങ്കിൽ അതൊരു ഗുരുതരമായൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാണെന്ന് പറയാം. അതേപോലെ തന്നെ മറ്റു ചിലർക്ക് കല്ല് സ്ഥാനം തെറ്റിപ്പോവാം. ഇപ്പം ചെറിയ കല്ലുകൾ, ചില സ്കാൻ ചെയ്ത് കല്ല് ചെറുതാണെന്ന് വെച്ച് സന്തോഷിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ കല്ല് വലുതാണെന്ന് വിചാരിച്ചിട്ട് പേടിക്കും. അതൊന്നും കല്ലിന് സൈസ് വെച്ചിട്ടല്ല, ചെറിയ കല്ലും അപകടമാണ്. ഈ ചെറിയ കല്ല് ചിലപ്പോൾ സ്ഥാനം തെറ്റി മറ്റ് അവയവങ്ങളിലേക്ക് പോയി അവിടെ ബ്ലോക്കാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പിത്തനാളിൽ പോയി ബ്ലോക്കാക്കാം, മഞ്ഞപ്പിത്തം വരാം, പാങ്ക്രിയാസിൽ പോയി ബ്ലോക്കാക്കാം. അപ്പോൾ പാങ്ക്രിയാറ്റൈറ്റിസ് ആണ് ഏറ്റവും ഗുരുതരമായ അസുഖം. പാങ്ക്രിയാറ്റൈറ്റിസ് ആണ്, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അസുഖമാണ് പാങ്ക്രിയാറ്റൈറ്റിസ്. പക്ഷേ ഭാഗ്യവശാൽ അത് വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ പാങ്ക്രിയാറ്റൈറ്റിസ് വരാം. ഈ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തായാലും പിന്നെ നമ്മൾ മരുന്നുകൊണ്ട് ചികിത്സയോടെ മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കില്ല. അത്തരം സാഹചര്യങ്ങളാണ് നമ്മൾ ഓപ്പറേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോകാം. ഓപ്പറേഷൻ സാധാരണ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി ഓപ്പറേഷൻ, കീ ഹോൾ, വളരെ മേജർ ഓപ്പറേഷൻ അല്ല, വളരെ ചെറിയ ഓപ്പറേഷനാണ്. ചെറിയ ഹോളിൽ കൂടെ വേദന ഇല്ലാത്ത രീതിയിൽ തന്നെ അനസ്തീഷ്യ കൊടുത്താണ് ചെയ്യുക. വേദന ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ ചെറിയ ഉപകരണങ്ങൾ കടത്തി പിത്തസഞ്ചിയും കല്ലും എല്ലാം കൂടെ നീക്കം ചെയ്യുന്നതാണ് ഈ ഓപ്പറേഷൻ. ഇത് സാധാരണഗതിയിൽ ഒരു ദിവസം മാത്രം ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ട ഒരു ഓപ്പറേഷനാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നോർമൽ ജോലിയിലേക്ക് തിരിച്ചു വരാനും പറ്റും. ഇതിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അസുഖം പൂർണ്ണമായിട്ട് മാറിയാണ്, പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നോർമൽ ആഹാരമാണ്, പിന്നെ അതിന് ഒരു മരുന്നുകളും പിന്നെ ആവശ്യമില്ല. എല്ലാ ആഹാരം സാധാരണ പോലെ കഴിക്കും. ദഹനത്തിനോ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അതുപോലെ തന്നെ വേറെ ചില അസുഖങ്ങൾ ചിലപ്പം കല്ല് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം വേറെ അവയവങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ട്യൂബ് ഇട്ട് എൻഡോസ്കോപ്പി ചെയ്തിട്ട് ഈ ഇറങ്ങിയ കല്ല് നീക്കം ചെയ്യുകയും പിന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ രണ്ട് കീ ഹോളാണ്, പക്ഷേ 2 ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വരാം കല്ല് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പിത്തസഞ്ചിയിലെ കല്ല് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷേ അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ചികിത്സ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ആരോഗ്യസ്ഥിതിക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷേ അതേസമയം ഈ അസുഖം വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും അതുപോലെ ചികിത്സയും ബുദ്ധിമുട്ടുള്ളതായി മാറും. അതുകൊണ്ടുള്ള നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള സമയവും കൂടി വരും. കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.